മന്ത്രിയല്ല, പക്ഷെ അതിലപ്പുറം മറ്റൊരു പദവിയിലേക്കാണ് അപ്പു ജോസഫ് എത്തുന്നത്. മാത്രമല്ല 2 മന്ത്രി വേണമെന്ന് ആവശ്യപ്പെട്ടു. പിന്നീട് ഒരു സമവായത്തിന് തയ്യാറാവുകയാണ്. അതെ, തീർച്ചയായിട്ടും കേരള കോൺഗ്രസിന് 7 MLA-മാരുണ്ടായപ്പോൾ സ്വാഭാവികമായിട്ട് 2 മന്ത്രിമാർ വരും എന്ന് പാർട്ടി പ്രതീക്ഷിച്ചു. പക്ഷേ പ്രത്യേക സാഹചര്യങ്ങളിൽ അത് നടന്നില്ല. അപ്പം ചീഫ് വിപ്പാണ് പാർട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു വകുപ്പും ചീഫ് വിപ്പും. ചീഫ് വിപ്പ് ഒരു കർക്കശക്കാരനായ ചീഫ് വിപ്പ് ആയിരിക്കും. നമ്മളെ എല്ലാവരും നമ്മൾ പറയുന്നത് എല്ലാവരോടും സൗമ്യമായും സൗഹൃദമായും പോകുന്ന ഒരു അവസ്ഥ ഈ പ്രാവശ്യം നമ്മുടെ അസംബ്ലിയിൽ ഉണ്ടാവും. നല്ലൊരു മന്ത്രിസഭയാണ് ഇത്. ഇത്രയധികം യുവാക്കളും വനിതാ പ്രാതിനിധ്യമൊക്കെ ഉള്ള മന്ത്രിസഭ ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു പുതിയ യുഗ പിറവി എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ അത് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ഈ ഒരു മന്ത്രിസഭയുടെ. കേരള കോൺഗ്രസ് സംബന്ധിച്ചോളം 2 മന്ത്രി എന്നുള്ള പ്രതീക്ഷയാണ്. അപ്പോൾ സാധാരണ പ്രവർത്തകർക്ക് ഒരു പ്രതിഷേധം ഇപ്പോഴും അവരുടെ ഭാഗമായിട്ടുണ്ടല്ലോ. പ്രവർത്തകർക്ക് അതിനെക്കുറിച്ച് ദുഃഖമുണ്ട്. കാരണം 7 MLA-മാരെ ജയിക്കുക എന്ന് പറയുമ്പോൾ അനുപാതം വെച്ച് നോക്കുമ്പോൾ 2 മന്ത്രിമാരെ ലഭിക്കേണ്ടതാണ് തീർച്ചയായിട്ടും. അതിപ്പം നമുക്ക് നിലവിലുള്ള സാഹചര്യത്തിൽ ഇപ്പം ലഭിച്ചിരിക്കുന്ന വകുപ്പ് നന്നായിട്ട് ഭരിച്ച് മുന്നോട്ട് പോവുക, അത് മാത്രമേ ഉള്ളൂ. അഭിനന്ദനങ്ങൾ. അപ്പോൾ മന്ത്രിയായില്ല, പക്ഷേ ചീഫ് വിപ്പായിരിക്കും. സൗമ്യനായ ഒരു മികച്ച ചീഫ് വിപ്പാവും എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്.